ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UPSC നടത്താനിരിക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ 2026 സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു 9 മാസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ടൈം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക്. ഈ 9 മാസത്തെ പ്രിപ്പറേഷനെ 4 ഫേസസ് ആയിട്ട് ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഫേസ് 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഫേസ് ആണ്. അതായത് ആദ്യത്തെ ഒരു മാസം തൊട്ട് ഒരു 3 മാസം വരെ, ഒന്നാമത്തെ മാസം തൊട്ട് ഒരു 3-ാമത്തെ മാസം വരെ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? NCERTs കംപ്ലീറ്റ് കവർ ചെയ്യുക. അറിയാലോ, NCERTs 6-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള NCERTs ആണ് പഠിക്കേണ്ടത്. പക്ഷെ എല്ലാ സബ്ജക്റ്റിന്റെ NCERTs 6-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ പഠിക്കേണ്ട കാര്യമില്ല. ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും നോക്കുക. പിന്നെന്താണ്, അതുപോലെ തന്നെ എന്ത് പഠിക്കണം? സ്റ്റാൻഡേർഡ് ബുക്സും കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു ഫേസിൽ പഠിച്ച് പോവുക. ഓക്കെ, ഒരു തേർഡ് റീഡിംഗ് ഒക്കെ വരെ എന്ത് ചെയ്യുക? മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, ഓപ്ഷണൽ പ്രിപ്പറേഷനും ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഓപ്ഷനില് പ്രിലിംസിന്റെ എക്സാമിന് മുന്നേ നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഓപ്ഷനിൽ കംപ്ലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷം പഠിക്കാം. ഏറ്റവും നല്ലത് എപ്പോഴാണ്? എപ്പോഴും പ്രിലിംസ് എക്സാമിന് മുന്നേ തന്നെ ഓപ്ഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുക? ഓപ്ഷണലിന്റെ പ്രിപ്പറേഷനും ഈ ഒരു കൂട്ടത്തിൽ കൊണ്ടുപോവുക. സിസാറ്റിന്റെ പ്രിപ്പറേഷൻ നടത്തണം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും എന്താണ്, സിസാറ്റിന്റെ പ്രിപ്പറേഷൻ ഈ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യുക? നടത്തുക. ഡെയിലി, അതായത് എല്ലാ ഫേസിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? സിസാറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് സിസാറ്റിന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും ക്ലാസ്സസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയ റേറ്റിലാണ്. ഓക്കെ, ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തതാണ് കറണ്ട് അഫയേഴ്സ്. എന്ത് ചെയ്യുക? ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ദ ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസോ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുക? ഡെയിലി വായിക്കുക. അതുകൂടാതെ ഏതാണ്, കുരുക്ഷേത്ര യോജന പോലെയുള്ള മന്ത്ലി മാഗസീൻസ് അവൈലബിൾ ആണ്. അതും എന്ത് ചെയ്യുക? അതും കവർ ചെയ്ത് പോവുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ ബേസിക് ആയിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസും നടത്തുക. ഓക്കെ, ഇപ്പൊ എന്താണ്, PYQs എടുത്തിട്ട് ആൻസർ റൈറ്റിംഗ് നടത്താനല്ല ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അതിനെക്കുറിച്ച് എന്താണോ അറിയാവുന്നത് അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി നോക്കുക. പിന്നെ എവിടെയാണ് മിസ്റ്റേക്സ് എന്നൊക്കെ നോക്കി എന്താണ് പറയുക, ബേസിക് ആയിട്ട് ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. പിന്നെ എന്താണ്, അടുത്ത ആ ഒരു ഫേസിലേക്ക് പോകുന്നതിന് മുന്നേ എന്തുണ്ടായിരിക്കണം? ഒരു സ്ട്രോങ് കോൺസെപ്ച്വൽ ഫൗണ്ടേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം. ഈ ഫേസ് 1 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് NCERTs കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് സ്റ്റാൻഡേർഡ് ബുക്സും പഠിച്ചു പോവുക. കൂടാതെ ഓപ്ഷണലിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതായത് ദ ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസോ പോലെയുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുക? ഡെയിലി വായിച്ചു പോവുക. കൂടാതെ കുരുക്ഷേത്ര യോജന പോലെയുള്ള മന്ത്ലി മാഗസീൻസും കവർ ചെയ്യുക. ഇതുകൂടാതെ എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ത് ചെയ്യുക? ഈ ഒരു ഫേസിൽ നമ്മൾ ബിൽഡ് ചെയ്യുക. അടുത്ത ഫേസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഫേസിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുക? ഒരു സ്ട്രോങ് കോൺസെപ്ച്വൽ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്യുക. ഓക്കെ, കൂടാതെ ബേസിക് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തി പോവുക. മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രിലിംസിന് വേണ്ടിയിട്ടല്ല. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, ബേസിക് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ത് ചെയ്യുക? നടത്തിയിട്ട് പോവുക. ഇനി അടുത്തതാണ് സെക്കൻഡ് ഫേസ്, അതായത് 4-ാമത്തെ മാസം തൊട്ട് 6-ാമത്തെ മാസം വരെ. ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ GSന്റെയും സ്റ്റാറ്റിക് പോർഷൻ ഒക്കെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. കൂടാതെ ഓപ്ഷണലിന്റെ ഒരു 70 to 80% സിലബസ് എന്ത് ചെയ്യുക? കവർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ടൈമിലുണ്ടല്ലോ, ഒരു 50% സിലബസ്, അതായത് പേപ്പർ 1 എങ്കിലും എന്ത് ചെയ്യുക? ഓപ്ഷണലിന്റെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ്, നമുക്ക് ആ ഒരു മെയിൻസിന്റെ ടൈമിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള പേപ്പർ 2 നമുക്ക് കവർ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്യുക? പേപ്പർ 1 എങ്കിലും ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെന്താണ്, ഈ കറണ്ട് അഫയേഴ്സ്, GS, ഓപ്ഷണൽ നോട്ട്സ് ഇതൊക്കെ എന്താണ്, അത്യാവശ്യം ലിങ്ക് ചെയ്ത് പഠിക്കുക. ഈ ഒരു ഫേസിൽ അങ്ങനെ പഠിക്കുക. പിന്നെ എന്താണ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കുറച്ചുകൂടി നടത്തുക. നമ്മൾ പറഞ്ഞ നേരത്തെ ബേസിക് ആയിട്ട് അത്യാവശ്യം ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഒരു അതായത് 4-ാമത്തെ മാസം തൊട്ട് 6-ാമത്തെ മാസം വരെയുള്ള ടൈമിൽ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ആഴ്ചയിലും ചെയ്ത് പോവുക. പിന്നെന്താണ്, GSന്റെ PYQs എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക.
പിന്നെന്താണ് നോട്ട്സ് ഒക്കെ നമുക്കൊരു ക്വിക്കർ റിവിഷന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഫേസിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. എന്ത് ചെയ്യണം? നമ്മുടെ കംപ്ലീറ്റ് അതായത് സ്റ്റാറ്റിക് പോർഷൻ GSന്റെ സ്റ്റാറ്റിക് ആൻഡ് അതെ അതർ പോർഷൻസ് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്താണ് ഓപ്ഷണൽ സബ്ജക്ട്സിന്റെ പ്രിപ്പറേഷൻ അതൊരു 50% എങ്കിലും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതായത് 70 to 80% സിലബസ് ഫിനിഷ് ചെയ്താൽ ഏറ്റവും നല്ലത്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 50% എങ്കിലും നമ്മുടെ ഓപ്ഷണലിന്റെ സിലബസ് കവർ ചെയ്യുക. കൂടാതെ എന്താണ് കറണ്ട് അഫയേഴ്സും GSന്റെ നോട്ട്സും ഓപ്ഷണലും ഒക്കെ എന്ത് ചെയ്യുക? ലിങ്ക് ചെയ്ത് പഠിക്കുക. പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് അതായത് 4 to 5 ക്വസ്റ്റ്യൻസ് എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യുക? ഒരു 4 to 5 ക്വസ്റ്റ്യൻസിനെങ്കിലും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. പിന്നെന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫേസ് 2 ചെയ്യാനായിട്ടുള്ളത്. ഫേസ് 1 എന്തായിരുന്നു? NCERTs കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ ഓപ്ഷണലിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ബേസിക് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തി. ഒരു സ്ട്രോങ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്തു? ബിൽഡ് ചെയ്തു. സെക്കൻഡ് ഫേസിലേക്ക് വന്നപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, NCERTs ആ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സെക്കൻഡ് ഫേസിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ബുക്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെന്താണ് ഓപ്ഷണൽ സബ്ജക്റ്റിനെ ഒരു 70 to 80% പറ്റുന്നുണ്ടെങ്കിൽ 70 to 80% സിലബസ് ഫിനിഷ് ചെയ്യുക. ഇനിയിപ്പോ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് 50% എങ്കിലും എന്ത് ചെയ്യുക? സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കവർ ചെയ്യുക. അതിനുശേഷം GSന്റെ നോട്ട്സ് ഓപ്ഷണൽ നോട്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കുന്നു. പിന്നെന്താണ് 4 to 5 ക്വസ്റ്റ്യൻസിന് എല്ലാ ആഴ്ചയിലും 4 to 5 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുന്നുണ്ട്. പിന്നെന്താണ് PYQs നമ്മൾ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സും എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫേസ് 1 ഫേസ് 2 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോ അടുത്തതാണ് ഫേസ് 3. ഫേസ് 3 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 7ാമത്തെ മാസം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതെന്താണ്? പ്രിലിംസ് ഫോക്കസ്ഡ് ഫേസ് ആണ്. ഈ ഫേസ് 3 എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് ഫോക്കസ്ഡ് ഫേസ് ആണ്. നമ്മൾ എന്താണ് അധികം നമ്മൾ ഓപ്ഷനിലേക്കോ അല്ലെങ്കിൽ മെയിൻസിന്റെ പ്രിപ്പറേഷനിലേക്കോ നമ്മൾ പോകുന്നില്ല. നമ്മൾ ഈ ഒരു ഫേസിൽ എന്താണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസിനെയാണ്. ഓക്കെ, എന്ത് ചെയ്യുക? MCQs ഫോക്കസ് ചെയ്യുക. MCQs സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ഡെയിലി MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്താണ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും എന്താണ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നടത്തി നോക്കുക. പിന്നെന്താണ് കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ അത് പ്രോപ്പർ ആയിട്ട് നടന്നിരിക്കണം. കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ അതുപോലെ കൂടാതെ എന്താണ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് CSAT എന്ത് ചെയ്യുക? ഈ ഒരു ഫേസിൽ CSAT ഈ ഒരു ഫേസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് CSATൽ അധികം ടോപ്പിക്സ് ഇല്ല, പക്ഷെ എന്താണ് വളരെ അക്യൂറേറ്റ് ആയിട്ട് പഠിക്കണം. സോ എന്ത് ചെയ്യുക? CSATന്റെ ആ ഒരു റിവിഷൻ ഈ ഒരു CSAT ഈ ഒരു ഫേസിൽ വന്നിട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്താണ് ചെറിയ രീതിക്ക് ഓപ്ഷണലിന്റെ റിവിഷനോ അല്ലെങ്കിൽ 2 or 3 ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളോ എന്ത് ചെയ്യുക? നടത്തുക. നമ്മുടെ മെയിൻസിന് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ചെറിയ രീതിക്ക് മതി. ഡെയിലി എന്താണ് വീക്ക്ലി 5 or 6 ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വീക്ക്ലി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്ഷനിലെ ഒരു ചെറിയ രീതിക്ക് ഒരു റിവിഷൻ നടത്തി പോവുക. പിന്നെ എന്താണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്ന കാര്യം പറഞ്ഞു. മോക്ക് ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രം പോരാ, വീക്ക് ഏരിയസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യുക? അതിൽ കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് ലാസ്റ്റ് ഫേസ്, അതായത് ഏറ്റവും അവസാനത്തെ ഫേസ് 4 എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇത് പ്രിലിംസ് റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആണ്. അതായത് ഏറ്റവും ലാസ്റ്റത്തെ മാസം ഏപ്രിൽ മാസവും അതുപോലെ തന്നെ മെയ് മാസവും. ഏപ്രിൽ മാസത്തിൽ 30 ദിവസം ഉണ്ട്. പക്ഷെ മെയ് 24-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ എന്താണ് ആ ഒരു മാസം 30 ദിവസം നമുക്ക് പഠിക്കില്ല. 31 ദിവസം എന്താണ് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടത്തില്ല. നമുക്കൊരു 22 ദിവസം, അതായത് 24-ാം തീയതിയാണ് എക്സാം. 23-ാം തീയതി നമുക്ക് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ബാക്കിയുള്ള സമയമുണ്ടല്ലോ 22-ാം തീയതി വരെയാണ് കിട്ടുന്നത്. അതായത് ആ ഒരു ഏപ്രിൽ മാസവും മെയ് മാസവും ആണ് ഈ ഫേസ് 4 എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ എന്താണ് GS, CSAT, കറണ്ട് അഫയേഴ്സ് എന്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും റിവിഷൻ നടത്തുക. നല്ല രീതിക്ക് റിവിഷൻ നടത്തുക. ഒരു 1 or 2 or 3 തവണയെങ്കിലും എന്ത് ചെയ്യുക? ഈ ഒരു മാസം ഈ 2 മാസങ്ങളിൽ തന്നെ അത്രയും റിവിഷൻസ് നടത്തുക. എന്താണ് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെന്താണ് നമ്മുടെ ഓപ്ഷണൽ അല്ലെങ്കിൽ എന്താണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഇതൊക്കെ എന്ത് ചെയ്യുക? പോസ് ചെയ്യുക. ആ ഒരു ടൈമിൽ ആ ഒരു പ്രിലിംസിന്റെ ഈ 2 മാസത്തേക്ക് എന്ത് ചെയ്യണ്ട? ഓപ്ഷണലോ അല്ലെങ്കിൽ എന്താണ് മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തായിരിക്കണം? ഫുള്ളി പ്രിലിംസിൽ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കണം പോവേണ്ടത്. പിന്നെന്താണ് ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ എലിമിനേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ
അത് അറിയാലോ, പ്രിലിംസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന പ്രിലിംസിന്റെ സിസാറ്റിന്റെ പേപ്പറിലാണെങ്കിലും അതുപോലെ തന്നെ GS പേപ്പർ 1-ലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് എലിമിനേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, എലിമിനേഷൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു റിവിഷൻ ഫേസിൽ നമ്മൾ ചെയ്യുക. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, കാമായിട്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ഇരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫേസ് 4 നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്. എന്താണ്, ഇവിടെ GSന്റെയും CSATന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും റിവിഷൻ നടത്തണം, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നടത്തണം, അതുപോലെ തന്നെ ഓപ്ഷണലിന്റെയും നമ്മുടെ മെയിൻസിന്റെയും പ്രാക്ടീസ് എന്ത് ചെയ്യുക, കുറച്ചു നാളത്തേക്ക് പോസ് ചെയ്ത് വെക്കുക. അത് എന്തിനു ശേഷം മതി, പ്രിലിംസിന്റെ എക്സാമിന് ശേഷം വീണ്ടും പഠിച്ചു തുടങ്ങിയാൽ മതി. പിന്നെ എന്താണ്, എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ കാമായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ഇരിക്കുക. എക്സാം വരുന്നത് 2026 മെയ് 24-ാം തീയതിയാണ്. നോട്ടിഫിക്കേഷൻ ജനുവരി 14-ാം തീയതി വരും. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നുണ്ട്. പ്രിലിംസിനും മെയിൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നോട്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പേപ്പർ 2 നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. നോട്ട്സും ക്ലാസ്സും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.